റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്? ലൈക്ക് പല ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ചിലവരെന്താണ് ഇൻഡീഡ് യൂസ് ചെയ്യും, നൗക്കറി യൂസ് ചെയ്യുന്നവരുണ്ടല്ലേ, ലിങ്ക്ഡിൻ വഴി ഹയർ ചെയ്യുന്ന, ഇങ്ങനെ പല പൂളും നമുക്കുണ്ടല്ലേ. സോ അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ പരസ്യം കൊടുക്കും അല്ലേ, ആഡ് റൺ ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ എന്താണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യും അല്ലേ, അനൗൺസ് ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു വേക്കൻസിയും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ കമ്പനി അനൗൺസ് ചെയ്യും അല്ലേ. സോ അങ്ങനെ അനൗൺസ് ചെയ്ത് അതിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും കാര്യങ്ങളും ഇതിന് അപ്ലൈ ചെയ്യും അല്ലേ. അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ അവർ നമ്മൾ ഡയറക്റ്റ് വിളിക്കും, എന്ത് വേണമെങ്കിലും. സോ അങ്ങനെ നമ്മൾ അങ്ങനെ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ ഇങ്ങനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. അത് HR ഇനി നമ്മൾ HR അല്ലെങ്കിൽ വാട്ട് ഹു വെച്ച്. സോ ഇനി നമ്മൾ കാൻഡിഡേറ്റ്സിനെ സ്ക്രീനിങ് ചെയ്യും അല്ലേ. നമുക്ക് ഓൾറെഡി പല CVs കിട്ടി, അതിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ജോബ്സിന് ആവശ്യമായിട്ടുള്ള റോളിലെ സ്കില്ലൊക്കെ അനുസരിച്ചിട്ട് ആരൊക്കെ ഉണ്ടോ കാര്യങ്ങൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരെ സ്ക്രീൻ ചെയ്ത് വെക്കും. കുറച്ച് പേര് നമ്മൾ സ്ക്രീൻ ചെയ്ത് വെക്കും അല്ലേ. ഇനി സെലക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്ക്രീൻ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടെസ്റ്റ് നടത്തും അല്ലേ. ടെസ്റ്റും ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും നടത്തിയിട്ട് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യും. ഈ സെലക്ഷനൊക്കെ പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അവരെ പ്ലേസ് ചെയ്യും. അസൈൻഡ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് റൈറ്റ് ജോബ് റൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ, കറക്റ്റായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. ഫിനാൻസിന് വേണ്ടിയിട്ടാണോ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണോ HR ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കറക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ റൈറ്റ് ജോബ് കൊടുത്ത് നമ്മൾ അവരെ പ്ലേസ് ചെയ്യും. 5 എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ അല്ലേ. ഇൻട്രൊഡ്യൂസ് ചെയ്യുക ന്യൂ എംപ്ലോയീസ് ടു ദ ഓർഗനൈസേഷൻ ഇസ് പോളിസീസും. നമ്മുടെ ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷനിലോട്ട് ന്യൂ എംപ്ലോയീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് പോളിസീസും കൾച്ചറും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്, ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. 6ാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രെയിനിങ് കൊടുക്കണം അല്ലേ. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ കറണ്ട് ഇപ്പം അവരുടെ കറണ്ട് റോൾ എന്താണോ അതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഇസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. വിത്ത് ദ സ്കിൽസ് നീഡ്. അവർക്ക് നമ്മുടെ കറണ്ട് ജോബിന് എന്തൊക്കെ സ്കിൽസ് ആണോ വേണ്ടത് അത് റിലേറ്റഡ് കാര്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസലാണ് അല്ലേ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇനി ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പെർഫോമൻസ് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും അല്ലേ. എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കും. ഇപ്പം ഞാൻ ഒരാളെ ഹയർ ചെയ്തു, അയാൾക്ക് ട്രെയിനിങ് കാര്യങ്ങളും ഉണ്ട്. ഒരു 1 month ഞാൻ അയാൾ പെർഫോം ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇപ്പം ബാഡ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് പ്രോഗ്രസ്സും കാര്യങ്ങളും വേണം എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഗുഡ് ആണെങ്കിൽ തൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയും. സോ ഇപ്പം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാഡ് റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ഈ പറയുന്ന ഒരു പെർഫോമൻസ് അപ്രൈസ് എന്ന് പറയുന്നത് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുമായിട്ടുള്ള ഒരു ബേസിക് കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലേ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വിച്ച് ഇസ് എങ്കിൽ മാത്രമേ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് വാട്ട്. 8ാമത്തെ എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത് വിച്ച് ഇസ് നമ്മൾ അവരുടെ കറണ്ട് പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലോട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാണ് അല്ലേ. അത് ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് നമ്മൾ അപ്പം അത് അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കരിയറിന് അവിടെ ഗ്രോത്ത് ഉണ്ടാവുകയാണ് അല്ലേ. ദാറ്റ് ഈസ് ഫോർ പ്രൊമോഷൻ എന്ന് പറയുന്നത്. 9 എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണല്ലേ. അത് മാത്രമല്ല ഈ പറഞ്ഞ പ്രൊമോഷൻ കാര്യങ്ങളും കൊടുത്ത് അറ്റ് ദ സെയിം ടൈം അവർ വർക്ക് ചെയ്യുന്നതിന് അവർക്ക് ഫെയർ ആയിട്ടുള്ള വേജസും കാര്യങ്ങളും കൊടുക്കുക അല്ലേ. ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, വേജസ്, അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ കോൺട്രിബ്യൂഷന് അവർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അവർക്ക് ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളും കൊടുക്കുക. ദാറ്റ് ഈസ് ഫോർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെൻറ്റ് അല്ലേ. ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ, ലേൺ ആൻഡ് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ ലീഡർഷിപ്പ്. ദാറ്റ് ഈസ് വാട്ട് ഡെവലപ്മെൻറ്റ് കംസ്. ഇപ്പം ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ കറണ്ട് അവരുടെ പൊസിഷൻ നമ്മൾ അവർക്ക് കൊടുത്തതിൽ കറണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽസും കാര്യങ്ങളും
കാര്യങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് എ കറണ്ട് സിറ്റുവേഷനെ ഡെവലപ്പ് ചെയ്യും. കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്താണ്. സോ അതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലേ, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലേൺ ചെയ്യുക, അവർ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ, ഫ്യൂച്ചർ ലീഡർഷിപ്പ് റോൾസിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ദ മാൻ പവർ നീഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എൻഷുറിംഗ് ദാറ്റ് ദ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ വെദർ റൈറ്റ്സ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യുക അല്ലേ, നമ്മൾ എന്താണ് പ്രഡിക്റ്റ് ചെയ്യുകയാണ് എന്തെന്ന് പറയുന്നത്. ഇത് നമ്മുടെ മാൻ പവർ നീഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുകയാണ്, പ്രഡിക്റ്റ് ചെയ്യുക, ഗസ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, ആൻഡ് എൻഷുറിംഗ് ദാറ്റ് എന്നിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം എന്താണ്, നമ്മൾ കറണ്ട് പീപ്പിൾ അല്ലെങ്കിൽ നമുക്ക് കറൻ്റ്ലി നമുക്ക് എന്താണ് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾസ് വിത്ത് റൈറ്റ് സ്കിൽസ് റൈറ്റ് നൗ നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമ്മൾ എന്താണ് ഉറപ്പ് വരുത്തുന്നതും നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലേ. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. മാൻ പവർ നീഡ്സ് എന്തെങ്കിലും വേണമെന്ന് നമ്മൾ എന്താണ് ഗസ് ചെയ്യുക, എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നമുക്ക് ഇനി എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും റോളിലോട്ട് ഹയർ ചെയ്യണോ, അല്ലെങ്കിൽ കറൻ്റ് ഇപ്പോൾ എല്ലാ റോളിലും അല്ലെങ്കിൽ കറൻ്റ് നമ്മുടെ ഓർഗനൈസേഷൻ കറക്റ്റ് നമ്പർ ഓഫ് പീപ്പിൾസിലാണോ റൺ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് വായിച്ച് വെച്ചിരുന്ന ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഇസ് വാട്ട്. ഇത് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ എന്താണ് അവോയ്ഡ്സ് മാൻ പവർ ഷോർട്ടേജസ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ടേജസും കാര്യങ്ങളും അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യാം. സർപ്ലസസ് അല്ലെങ്കിൽ ഷോർട്ടേജ് നമുക്ക് മനസ്സിലാവും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇത് എന്താണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പുതിയ ഹയറിങ് കാര്യങ്ങളും മനസ്സിലാവും. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സക്സഷൻ പ്ലാനിങ്, ഇതിലൂടെ എന്താണ് ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് വായിച്ച് വെക്കുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് വാട്ട് ഫോർകാസ്റ്റിംഗ് എന്താണ്, നമുക്ക് എനി മാൻ പവർ നീഡ്സ് വാട്ട് വി നീഡ്, എന്തെങ്കിലും മാൻ പവർ നീഡ്സ് നമുക്ക് വേണോ ഇല്ലയോ എന്ന് നമ്മൾ എന്താണ് നോക്കുന്നതാണ്. റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ റൈറ്റ് സ്കില്ലിനനുസരിച്ച് റൈറ്റ് ടൈമിൽ നമ്മൾ ഹയർ ചെയ്യുക. ഓക്കെ, ഉറപ്പ് വരുത്തുക ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അത് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മീനിങ്സ്? ഓക്കെ, റിക്രൂട്ട്മെന്റ് ഇസ് എ പ്രോസസ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലേ. നമ്മൾ റിക്രൂട്ട്മെന്റിൽ എന്താണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുകയാണ് അല്ലേ, സെർച്ച് ചെയ്യുകയാണ്. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ അവിടെ സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ പല ആർട്സും കാര്യങ്ങളും നോട്ട് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്കില്ലിന് അനുസരിച്ചിട്ടുള്ള ആളെ നമ്മൾ എന്താണ് തിരയുകയാണ്. ദാറ്റ് ഈസ് വാട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുക. അതിൽ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അത് മാത്രമല്ല അവരെ അട്രാക്ട് ചെയ്യുക. സ്റ്റിമുലേറ്റ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യുക. നമ്മൾ ആഡ്സും കാര്യങ്ങളും കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളും കണ്ട് റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം ആഡിലൊക്കെ നമ്മുടെ ബെനിഫിറ്റ്സും ഇൻസെൻറ്റീവ്സും പിന്നെന്താണ് നമ്മുടെ ഇപ്പം സാലറിയും കാര്യങ്ങളും ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കുക. സോ ത്രൂ ഈ പറയുന്ന ഇതെന്തിനാണ് നമ്മളങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ അട്രാക്ട് ചെയ്യണം അല്ലേ. അട്രാക്ടിങ് സോ സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ദാറ്റ് ഇസ് വാട്ട് എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് റിക്രൂട്ട്മെന്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ലാർജ് പൂൾ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട്. അതാണ് റിക്രൂട്ട്മെന്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മൾ ആഡ്സും കാര്യങ്ങളും എന്തിനാണ് റൺ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഈ പറയുന്ന ഇൻഡീഡിനും കാര്യങ്ങളും അല്ലെങ്കിൽ ലിങ്ക്ഡിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പല പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് അല്ലേ. കണ്ടിന്യൂസ് അപ്ലൈ കോമ്പറ്റീറ്റൻ്റ് എംപ്ലോയീസ്. അതുമാത്രമല്ല ഇതിലൂടെ എന്താണ് കുറേ ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് കുറേ എംപ്ലോയീസിനെ നിങ്ങൾക്ക് കിട്ടും അല്ലേ. എംപ്ലോയീസ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ടാലൻറ്റഡ് വർക്ക് ഫോഴ്സ് അല്ലേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു റെഡ്യൂസ് ഫ്യൂച്ചർ കോസ്റ്റ് ഓഫ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് അല്ലേ. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. ഇനി സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണ്? നമുക്ക് രണ്ട് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്?
ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷനകത്തു നിന്ന് തന്നെ നമ്മൾ എന്താണ് ഹയർ ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുക, ട്രാൻസ്ഫർ കൊടുക്കുക, റീ എംപ്ലോയ്മെന്റ് കൊടുക്കുക. റീ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ് ഓൾറെഡി മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആളാണ്, അയാൾക്ക് പിന്നെ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ വിളിക്കുകയാണ്, അതാണ് റീ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയി റെഫറൽസ് അല്ലേ, പിന്നെ നമ്മുടെ ഓഫീസിൽ ഇപ്പം എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി തന്നെ ഒരാളെ റെഫർ ചെയ്ത് തരുന്നത്, ദാറ്റ് ഇസ് വാട്ട് എന്താണ്, ഇതൊക്കെ ഇന്റേണൽ സോഴ്സ് ആണ്. അപ്വേർഡ് മൊബിലിറ്റി അല്ലേ, പിന്നെന്ന് പറയുന്നത് കറന്റ് പൊസിഷൻ നിൽക്കുന്ന ആളെ എന്താണ് ആൾക്ക് എന്താണ് ഒരു മെയിൽ പൊസിഷൻ നമ്മൾ കൊടുക്കുന്നതാണ് അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. അത് അഡ്വർടൈസ്മെന്റ്, പിന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, എംപ്ലോയി ഏജൻസീസ് ഒക്കെ വരെ ചെയ്യുന്നത്, വർക്ക് ഇൻ ഇന്റർവ്യൂസ്, പിന്നെ ഓൺലൈൻ ജോബ് പോർട്ടൽസ് വരെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താണ് ഓൺലൈൻ ഇപ്പം ജോബ് പോർട്ടൽസ് എന്തൊക്കെയാണ്, ഇന്ത്യയുടെ കാര്യം, അതൊക്കെ എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ, നമ്മൾ വേറൊരു ഇതിൽ കൊടുത്തിട്ട് ചെയ്യുന്നതാണ്, ഇന്റേണൽ അല്ല, വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ല. പിന്നെ കൺസൾട്ടൻസീസ് വരെ എടുക്കുന്നത്, ഹെഡ് ഹഡിങ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്താണ് വരുന്നത്, നമ്മളൊരു ഇത് റിക്രൂട്ട്മെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ആഡ് റൺ ചെയ്യണമെങ്കിൽ അതിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേക്കൻസീസ് എന്താണെന്ന് ഐഡന്റിഫൈ അല്ലേ, നമ്മുടെ കറണ്ട് വേക്കൻസീസ് എന്താണെന്ന് ആദ്യം ഐഡന്റിഫൈ, എങ്കിൽ മാത്രം എന്താണ് നമുക്ക് മുന്നോട്ട് എന്താണ് ഹയറിങ് ഇതും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഐഡന്റിഫൈ വേക്കൻസീസ്, ഐഡന്റിഫൈ ഡിസൈഡ് സോഴ്സസ്, ഏത് സോഴ്സ് നമ്മൾ ഇതിൽ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു, നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പം ചിലപ്പം മെയിൻലി ഇപ്പം ചില കമ്പനീസ് എന്താണ് മെയിൻലി ഇൻഡീഡ് വരെയായിരിക്കും ചെയ്യുന്നത്, ചില ലിങ്ക്ഡിൻ എടുക്കുന്നത്. അങ്ങനെ ഏതൊരു സോഴ്സ് എടുക്കണമെന്ന് ആദ്യം തീരുമാനിക്കുക. 3 പറയുന്നത് അട്രാക്ട് കാൻഡിഡേറ്റ്സ് അല്ലേ, ത്രൂ ഈ പറയുന്ന സെലക്ട് സോഴ്സസ് വെച്ച് ഇപ്പോൾ ഇൻഡീഡ് ആണെങ്കിൽ ഇൻഡീഡ് വരെ എന്താണ് നമ്മൾ അവരെ അട്രാക്ട് എന്താണ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമല്ലോ. സോ അട്രാക്ട് കാൻഡിഡേറ്റ്സ് ത്രൂ ദാറ്റ്. 4 പറയുന്നത് റിസീവ് ആപ്ലിക്കേഷൻ, ഇതിലൂടെ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ എന്താണ് സ്ക്രീൻ ചെയ്യുക അല്ലേ, എല്ലാവരുടെയും CVs ഒക്കെ നോക്കിയിട്ട് നമ്മുടെ കറണ്ട് എന്താണ് സ്കില്ലിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് കാൻഡിഡേറ്റ്സ് ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കുക, അത് ത്രൂ റിസീവിങ് ആപ്ലിക്കേഷൻ. 5 പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ്, അതിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം അല്ലേ, ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ഫർദർ സെലക്ഷൻ. ഇനി ബാക്കി ഒരു മുന്നോട്ടുള്ള സെലക്ഷന് വേണ്ടി കുറച്ച് കാൻഡിഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ എന്താണ് നമ്മൾ ടെസ്റ്റും ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം നടത്തും. മെഡിക്കൽ ടെസ്റ്റ് കാണും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലേ, കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ കാണും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. 7 പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ജോബ് ഓഫർ അവർക്ക് കൊടുക്കുന്നു, ജോയിനിങ് കാര്യങ്ങൾ നടക്കുന്നു, എന്നിട്ട് റൈറ്റ് ജോബ്, റൈറ്റ് പൊസിഷൻ, റൈറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവരെ എന്താണ് ഫിക്സ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ മതി. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇന്റേണൽ റിക്രൂട്ട്മെന്റും ഉണ്ട്, നമുക്ക് എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റും ഉണ്ട് അല്ലേ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്താണ്, നമ്മുടെ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയീസ് വെച്ചിട്ട് തന്നെ എന്താണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണ്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രൊമോഷനും എംപ്ലോയി റെഫറൽസും അതൊക്കെ എന്താണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റിലല്ലേ വരുന്നത്. സോ അപ്വേർഡ് മൂവ്മെന്റ്, ഇതൊക്കെയാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയി റെഫറൽ വഴി അപ്വേർഡ് മൂവ്മെന്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ കാര്യം ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഫില്ലിംഗ് എ വേക്കൻസി ഫ്രം ഔട്ട്സൈഡ് ബൈ അട്രാക്ടിങ് ന്യൂ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ വരെ നമ്മൾ ചെയ്യുന്നതാണ്. സോ ന്യൂ കാൻഡിഡേറ്റ്സ് നമ്മൾ എന്താണ് ഈ പറയുന്ന ആഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇന്റേണൽ റിക്രൂട്ട്മെന്റ് വലിയ കോസ്റ്റ് ഒന്നും കാണത്തില്ല അല്ലേ. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ആണ്. കാരണം എന്താണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഏജൻസീസ് ഒക്കെ എന്താണ് നമ്മൾ പൈസ കൊടുക്കണം. ദാറ്റ് ഇസ് വാട്ട് എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്നത്. ലെസ് ടൈം കൺസ്യൂം. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് വലിയ ടൈമൊന്നും ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ ഓഫീസിലുള്ള അല്ലെങ്കിൽ എംപ്ലോയി നമ്മുടെ കറണ്ട് ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ ടൈം കൺസ്യൂമിങ് കാണത്തില്ല. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ എന്താണ് മോർ ടൈം കൺസ്യൂമിങ് അല്ലേ. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, അതിൽ ഇനിയിപ്പോൾ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അതിൽ നമ്മൾ സ്ക്രീൻ ചെയ്യണം, ഇന്റർവ്യൂ നടത്തണം. സോ ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് ആണ്.
ഇപ്പം ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറന്റ് ഉള്ള എംപ്ലോയീസിന് എന്താണ് മോട്ടിവേറ്റ് ചെയ്യാണ്. സോ അവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളും കിട്ടുന്നു, അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് കിട്ടുന്നു, അവരുടെ സാലറി ഇൻക്രീസ്, അവർക്ക് എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആകും. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മേ റെഡ്യൂസ് മൊറൽ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. സോ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പം എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് കുറച്ച് എന്താണ് അവർക്ക് എന്താണ് സാലറി ഹൈക്കോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രൊമോഷനോ കാര്യങ്ങളും കൊടുക്കുന്നില്ല എന്ന രീതിയിൽ അവർക്ക് മേ ബി ഒരു തോന്നൽ വരാം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് വാട്ട് സേയിങ് ലൈക്ക് മേ റെഡ്യൂസ് മൊറൽ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇന്നോവേഷൻ, ലിമിറ്റഡ് ന്യൂ ഐഡിയാസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് കറൻ്റ്ലി നമുക്കുള്ള എംപ്ലോയീസ് തന്നെയാണ്. അപ്പം പുതിയ ഐഡിയാസും കാര്യങ്ങളും അവരെ തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തും ഒന്ന് ഹൈ പൊസിഷനൊക്കെ കൊടുക്കുന്നു. ബട്ട് പുതിയ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും അവരിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ബട്ട് എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് പുതിയ നല്ല സ്കിൽസ് കാണാം, അവർക്കും കുറേ ഐഡിയാസും കാര്യങ്ങളും കാണാം അല്ലേ, അവർക്ക് പുതിയ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഐഡിയാസും കാര്യങ്ങളും കാണാം. സോ ദിസ് ഇസ് വാട്ട് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. സോ ഇന്നോവേഷൻ എന്നതാണ് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ലെസ് റിസ്കി. കാരണം പിന്നെ ഇതിൽ റിസ്ക് ലെസ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഓൾറെഡി അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അറിയാം. സോ നമുക്കൊരു റിസ്ക് വരുന്നില്ല. നമ്മൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന എംപ്ലോയീസിനെ ആയിരിക്കും നമ്മൾ എന്താണ് ആ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ എന്തെന്ന് വെച്ചാൽ കൊടുക്കുന്നത്. സോ നമുക്ക് അവരുടെ പെർഫോമൻസ് ലെവൽസും എല്ലാം ഒരു ട്രസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അവരെക്കുറിച്ച് എന്തായാലും എല്ലാം അറിയാം. ഇനി എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മോർ റിസ്കി എന്ന് പറയുന്നത് നമുക്ക് അവരുടെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എടുക്കുന്നു, ബട്ട് എന്താണ് ഒരാൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ലെവൽ മനസ്സിലാവും. പക്ഷേ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓൾറെഡി നമ്മൾ അവരുടെ വർക്കും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുള്ളതാണ് അല്ലേ. സോ നമുക്ക് എന്താണ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ലെസ് റിസ്കി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് വൈ. ഇനി സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ സീനിയർ ഹയർ ലെവൽ പോസ്റ്റ്. ഇനി പറയുന്ന ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ബേസിക്കലി എന്തിനാണ് സ്യൂട്ടബിൾ ആവുന്നത്? ഹയർ ലെവൽ ഓഫ് വലിയ ഒരു മുന്നോട്ടുള്ള ഒരു ഹയർ പൊസിഷനിലോട്ടോ പ്രൊമോഷൻ കൊടുക്കുക, ഹയർ ലെവലിലോട്ട് അവർക്ക് കൊടുക്കുക, സീനിയർ ആയിട്ടുള്ള പോസ്റ്റ് കൊടുക്കുക, അതിനൊക്കെ ആയിരിക്കും സൂട്ടബിൾ ആവുന്നത്. ബിക്കോസ് ഒരിക്കലും നമ്മൾ എന്താണ് ഇപ്പം ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളെ താഴ്ന്ന ഒരു പൊസിഷനിലോട്ട് കൊടുക്കാനായിരിക്കില്ലല്ലോ നമ്മൾ ഈ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് അല്ലല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സൂട്ടബിൾ ഫോർ എൻട്രി ലെവലും സ്പെഷ്യലൈസ്ഡ് ജോബ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പം ഹൈലി എന്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്താണ് എൻട്രി ലെവലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്താണ് ഈ പറയുന്ന എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യും. സോ അതിനൊക്കെ സൂട്ടബിൾ ആവുന്നത്. പിന്നെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അപ്വേർഡ് മൂവ്മെന്റ് ആണ് എന്ന ഇന്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്നത്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ അഡ്വർടൈസ്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ഹെഡ് ഹണ്ടിങ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് ചെയ്യുക. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് ചുമ്മാ വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? സെലക്ഷൻ പ്രോസസ് ആണ് അല്ലേ. ഓക്കെ, സെലക്ഷൻ എന്ന് പറയുന്നത് എന്താ? സെലക്ഷൻ ഇസ് എ പ്രോസസ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പൂൾ ഓഫ് ആപ്ലിക്കൻസ് ഫോർ എ പർട്ടിക്കുലർ ജോബ് ഇൻ ദ പൊസിഷൻ, ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താ സെലക്ഷൻ എന്ന് പറയുമ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ എന്താണ് നമ്മൾ ഓൾറെഡി ഒരു ആഡും കാര്യങ്ങളും റൺ ചെയ്ത് ഇനി അതിൽ കുറേ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് അതിനെ അപ്ലൈ ചെയ്ത് നമ്മൾ അതിൻ്റെ സ്ക്രീനിങ് നടത്തിയതിന് ശേഷം ഒരാളെ നമ്മൾ അവിടെ സെലക്ട് ചെയ്യണം അല്ലേ. അത് ആ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്കില്ലിന് ആപ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ അതിൽ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് സെലക്ഷൻ മീൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ് പറയുന്നത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക്. കാൻഡിഡേറ്റ്സ് ഫിൽസ് ആപ്ലിക്കേഷൻ ഫോം, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് ഇൻഫർമേഷൻ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഫോം. ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ് ആപ്ലിക്കേഷൻ ഫോം ബ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മൾ അവർക്കൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. അതിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ അപ്ലൈ ചെയ്യുന്ന ഏതിലെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഫോമിൽ അവരുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും ബേസിക് ഇൻഫർമേഷൻ ഇപ്പം വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് അവരുടെ സാലറി എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും മേ ബി അതിൽ ചോദിക്കും. സോ ഈ ജോബ് എന്തുകൊണ്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചുമ്മാ ചോദിക്കും. പിന്നെ അവരുടെ പേര് പിന്നെ അവരുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നതാണ് എന്താണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറയുന്നത്. അവരെക്കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ആയിരിക്കും അത്. പിന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യും അല്ലേ. ഈ ആപ്ലിക്കേഷനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് എന്താണ് ദോസ് ഹു ഡു നോട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സ്കില്ല് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിനിമം റിക്വയർമെൻറ്റ്സ് അതിലില്ലെങ്കിൽ നമ്മൾ എന്താണ് അതിൽ നിന്ന്
ഇതിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ എന്താണ് നമ്മളൊരു ടെസ്റ്റ് നടത്തും. ഈ പറയുന്ന സ്ക്രീനിങ് പ്രോസസ്സിൽ ഇപ്പം ആപ്ലിക്കേഷൻ ആദ്യം നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് അല്ലേ, അതിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ബേസിക് ഡീറ്റെയിൽസ് അവരെന്തുകൊണ്ടാണ്, പിന്നെ ചിലപ്പോൾ നമ്മൾ അതിലെന്താണ് വൈ യു ചൂസ് ജോബ് എന്നൊക്കെ ചോദിക്കും. പിന്നെ അവരുടെ സ്കിൽസ് എന്താണ്, പിന്നെ അവരെവിടെയെങ്കിലും മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ, സാലറീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യിപ്പിക്കും. പിന്നെ എന്താണ് സ്ക്രീനിങ് വരികയാണ്. സ്ക്രീനിങ്ങിൽ എന്താണ് ഈ പറയുന്ന ഇതെല്ലാം നമ്മളൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ റിക്വയർമെൻറ്റ്സിന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ അതിൽ സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ അവർക്ക് എന്താണ് ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് എന്താണ്, ടെസ്റ്റ് നമ്മൾ പല ടൈപ്പ് അതിൽ ആദ്യം അവർക്ക് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ പിന്നെ നമ്മൾ എന്താ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ കാര്യങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് അവരുടെ ഒരു സൈക്കോമെട്രിക് രീതിയിലുള്ള ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ നടത്തും. അതിൽ നിന്ന് അവരുടെ എബിലിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അല്ലേ. അത് നടത്തിയതിന് ശേഷം എന്താണ് പിന്നെ നമ്മളൊരു ഇൻ്റർവ്യൂലോട്ട് പോകും അല്ലേ. ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും. കാൻഡിഡേറ്റ്സിൻ്റെ പേഴ്സണാലിറ്റിയും കമ്മ്യൂണിക്കേഷൻ അവരുടെ സ്കിൽസും അവരുടെ ആറ്റിറ്റ്യൂഡും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്താണ് ഇൻ്റർവ്യൂ നടത്തുക അല്ലേ. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇൻഫർമേഷൻ കാൻഡിഡേറ്റിൻ്റെ ഇൻഫർമേഷൻസ് ഒന്ന് വെരിഫൈഡ് ചെയ്തിട്ട് ആ റെഫറൻസ് ചെക്ക് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം നമുക്കറിയാം ഈ പറയുന്ന ഈ റെസ്യൂംസിലൊക്കെ നിങ്ങൾ ഒരു റെഫറൻസ് ഒരു ഇത് കാണും അല്ലേ. അത് ആ റെഫറൻസിൽ എന്താണ് നമ്മുടെ പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ HR നമ്പറോ അല്ലെങ്കിൽ പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയി അവർ വർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ മേ ബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആളുടെ പേഴ്സണിൻ്റെ നമ്പറായിരിക്കും. മെയിൻലി HR അല്ലെങ്കിൽ അവിടുത്തെ വേറെ ആളുടെ പേഴ്സൺസിൻ്റെ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതർ റെഫറൻസ് ഇനി വേറെ ഏതെങ്കിലും റെഫറൻസ് അതർ റെഫറൻസസ്. ഓക്കെ, ആ റെഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യല്ലേ. അത് ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് നമ്മൾ അവരുമായിട്ട് ഡയറക്റ്റ്ലി വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ ആളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ, പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ അങ്ങനെ. ഓക്കെ, അങ്ങനെ ഒരു ഈ ഹയറിങ്ങിൻ്റെ ഇതിൽ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു എന്താണ് ഈ HRs ഒക്കെ ഡയറക്റ്റ്ലി കോൾ ചെയ്ത് നോക്കും ഈ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ അറിയാൻ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത് നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ അല്ലേ. പിന്നെ അവരുടെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും. ചില കമ്പനീസിലൊക്കെ ഇപ്പോൾ ഈ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇപ്പം ഞാനൊക്കെ ഇടയ്ക്ക് ഒരു ഫെഡറൽ ബാങ്കിൽ എന്താണ് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഐ വാസ് സെലക്റ്റഡ് ആൻഡ് എന്താണ് ആ സമയത്ത് സെലക്ട് ആയ സമയത്ത് അവരുടെ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ, അവരുടെ ഫിറ്റ് അറിയാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ സെലക്ഷൻ നടത്തുമെന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മളവരുടെ കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ എന്താണ് പ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഇസ് പ്ലേസ്മെൻറ്റ്. കറക്റ്റായിട്ടുള്ള ജോബ് അവരുടെ സ്കില്ലനുസരിച്ച് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഇൻ സെലക്ഷൻ പ്രോസസ് ഇറ്റ് കംസ്. പിന്നെ ജസ്റ്റ് ഇതൊക്കെ വായിക്കുക. ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, വായിക്കുക. ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ് വരുന്നത്.